ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ടെലികോം രംഗത്ത് വലിയൊരു മാറ്റത്തിന് വഴിയൊരുങ്ങുകയാണ്. ഈ അടുത്തിടെയായിക്കൊണ്ട് തകർച്ചയുടെ വക്കിലെത്തിയിരുന്ന വോഡഫോൺ ഐഡിയ VI വലിയൊരു മാറ്റത്തിനായി തിരിച്ചു വരുന്നു എന്ന സൂചനകളാണ് വാർത്തകളിൽ വരുന്നത്. ബോംബെ ഹൈക്കോടതിയിൽ നിന്നും കമ്പനിക്ക് അനുകൂലമായി വന്നിരിക്കുന്ന ഒരു വിധി ഈ ഒരു മാറ്റത്തിന് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇതൊരു നിയമ പോരാട്ടത്തിന്റെ വിജയം മാത്രമല്ല, വർഷങ്ങളായിക്കൊണ്ട് സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു കമ്പനിയായിരുന്നു വോഡഫോൺ ഐഡിയ. എന്താണ് ഈ കേസ് എന്നറിയുന്നതിന് മുന്നേ വോഡഫോൺ ഐഡിയ എങ്ങനെ ഇത്രയും പ്രതിസന്ധിയിലേക്ക് പോയി എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, 2016 മുമ്പ് വോഡഫോൺ, ഐഡിയ, എയർടെൽ ഇവരെല്ലാവരും വലിയ ലാഭത്തിലായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. നമുക്കറിയാം, 2016 സെപ്റ്റംബറിലാണ് ജിയോയുടെ കടന്നുവരവ്. ജിയോയുടെ കടന്നുവരവിനാലെ കഥകളെല്ലാം മാറി. സൗജന്യ കോളും ഡാറ്റയും എല്ലാം കൊടുത്തുകൊണ്ട് ജിയോ കളം കീഴടക്കി. ഇതുകൊണ്ട് തന്നെ മറ്റ് കമ്പനികളുടെ വരുമാനം കുത്തനെ താഴേക്ക് വന്നു. പിടിച്ചു നിൽക്കാൻ വേണ്ടി 2018 വോഡഫോണും ഐഡിയയും ഒന്നായത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പേരിലാണ്, VI എന്ന പേരിലാണ് വോഡഫോൺ ഐഡിയ അറിയപ്പെടുന്നത്. രണ്ടുപേരും ഒന്നായെങ്കിലും ഇവരുടെ പ്രതിസന്ധികൾ തീർന്നില്ല. നമുക്കറിയാം, ജിയോയും എയർടെലും 4Gയും 5Gയും വർദ്ധിപ്പിച്ച് അവരുടെ നെറ്റ്വർക്ക് ശൃംഖല ശക്തമാക്കുകയാണ് ഉണ്ടായത്. പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം VIക്ക് അതിന് കഴിഞ്ഞില്ല. നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ കൂടിയതോടെ കോടിക്കണക്കിന് ഉപഭോക്താക്കൾ മറ്റ് നെറ്റ്വർക്കുകളിലേക്ക് പോർട്ട് ചെയ്ത് പോവുകയാണുണ്ടായത്. ഇതൊന്നും കൂടാതെ തന്നെ സ്പെക്ട്രം ഫീസും ലൈസൻസ് ഫീസും 10,000 കോടി രൂപയാണ് കേന്ദ്രത്തിന് കടമായി വന്നത്. കമ്പനി പൂട്ടാൻ പോകുന്നു എന്ന വാർത്തകൾ വരെ നിലവിൽ വന്നു. ഈ ഒരു സമയത്താണ് ബോംബെ ഹൈക്കോടതിയിൽ നിന്നും ഈ ഒരു നിർണായക വിധി VIക്ക് വരുന്നത്. ഈ ഒരു തർക്കത്തിന്റെ തുടക്കം 2012 VIയുടെ കയ്യിൽ അധികമായി വെച്ചിരിക്കുന്ന സ്പെക്ട്രത്തിന് വലിയൊരു തുക കേന്ദ്ര സർക്കാർ ഈടാക്കാൻ വേണ്ടി ശ്രമിച്ചതിനെ തുടർന്നായിരുന്നു ഈ ഒരു നിയമ പോരാട്ടം. 13 വർഷങ്ങൾക്ക് ശേഷം കമ്പനികൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ് കോടതി സ്വീകരിച്ചിരിക്കുന്നത്. ഈ ഒരു വിധിയിലൂടെ ടെലികോം മേഖലയ്ക്ക് മൊത്തത്തിൽ ഏകദേശം 24,000 കോടി രൂപയുടെ ആശ്വാസം ലഭിക്കും. ഇതിൽ VIക്ക് മാത്രം ഏകദേശം 2,300 കോടി രൂപയുടെ നേരിട്ടുള്ള നേട്ടമുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. നിലവിൽ VIയെ സംബന്ധിച്ച് ഈ തുക വളരെ വലുതാണ്. നമുക്കറിയാം, VIക്ക് പരിപൂർണമായി 5Gയിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ തുക 5Gയിലേക്ക് നീക്കി വെക്കാനാവും. ചില നഗരങ്ങളിൽ VI 5G തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിലും എയർടെലിനെയും ജിയോയും അപേക്ഷിച്ച് അവർ വളരെയധികം പിറകിലാണ്. ഈ ഒരു ലാഭം അവർക്ക് 5Gക്ക് വേണ്ടി വിനിയോഗിക്കാം. ഓഹരി വിപണിയും ഈ ഒരു വാർത്തയെ വളരെ സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. എങ്കിലും ഈ ഒരു വിധി മാത്രം കൊണ്ട് VI പൂർണ്ണമായി രക്ഷപ്പെടുമോ? വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. നമുക്കറിയാം, കമ്പനിക്ക് ഇപ്പോഴും വലിയ കടബാധ്യതകളുണ്ട്. ഇതിലും വലിയ ദൗത്യമെന്ന് പറയുന്നത് നഷ്ടപ്പെട്ട ഉപഭോക്താക്കളെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, VI ഇപ്പോഴും കളം വിട്ടു പോയിട്ടില്ല. ഇന്ത്യൻ ടെലികോം വിപണിയിൽ ജിയോയുടെയും എയർടെലിന്റെയും കുത്തക ഒഴിവാക്കുവാൻ ശക്തനായ ഒരു മൂന്നാമൻ അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് കുറഞ്ഞ നിരക്കിൽ മികച്ച സേവനം ലഭിക്കൂ. VI പഴയ കരുത്തിലേക്ക് തിരിച്ചെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്താണ് VIയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ഏതാണ്? നെറ്റ്വർക്കിൽ നിങ്ങൾ ഇപ്പോഴും VIയെ പിന്തുണക്കുന്നുണ്ടോ? ഏത് നെറ്റ്വർക്കിലേക്കാണ് നിങ്ങൾ പോർട്ട് ചെയ്ത് മാറാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കടവരേക്കും. എല്ലാവർക്കും ബൈ.